അപ്പോൾ ഈ മാസം നമ്മുടെ ഗുരുവായൂരിൽ ഉത്സവമാണല്ലോ കേസ്. അപ്പോൾ കുറച്ച് ദിവസമായി ഉത്സവം തുടങ്ങിയിട്ട്. അപ്പോൾ ഞങ്ങൾ 7ാമത്തെ ദിവസമാണ് ഗുരുവായൂരിലേക്ക് എത്തിയത് കേട്ടോ. ഗുരുവായൂരിലെ ഈ കഞ്ഞിയും പുഴുക്കും കഴിക്കണം എന്നുള്ള ആഗ്രഹം ഇന്ന് ഭഗവാൻ സാധിച്ചു തന്നിരിക്കുകയാണ് കേട്ടോ. വളരെയധികം സന്തോഷത്തോടു കൂടി ഞങ്ങളിന്ന് ഇവിടേക്ക് വന്നത്. 2 ദിവസം മുമ്പ് വരണം വിചാരിച്ചാണ്ട് കേസ്, പക്ഷേ അന്ന് സാധിച്ചില്ല. എന്തായാലും ഗുരുവായൂരിൽ വന്ന് ഭഗവാനെ കണ്ട് തൊഴുതി ഭഗവാന്റെ ഈ ഉത്സവത്തിൻ്റെ ഒരു ഭാഗമാകാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം. അപ്പോൾ നമുക്ക് ഗുരുവായൂരിൽ കഞ്ഞി കുടിക്കാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേസ് ഈ ഒരു കാഴ്ച. അതായത് നമ്മൾ ഗുരുവായൂരിൽ വന്നു കഴിഞ്ഞാൽ കഞ്ഞിയും പുഴുക്കും കിട്ടുന്നുണ്ട്. അപ്പോൾ അത് കഴിക്കാൻ നല്ല ടേസ്റ്റുള്ളൊരു ഭക്ഷണമാണ്. ഒരുപാട് പേരുടെ അധ്വാനമാണ് കേസ് ഈ കഞ്ഞിയും പുഴുക്കും. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ കലവറ കാഴ്ചകളിലേക്ക് കടക്കാനായിട്ട് കേസ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കഴിച്ചിട്ട് ഇറങ്ങി വരുമ്പോൾ തന്നെ നിറയെ പപ്പടം കാച്ചുന്ന ഒരു കാഴ്ച, അത് കാണേണ്ട ഒരു കാഴ്ച തന്നെ ആയിരുന്നു കേട്ടോ. ഒരു വലിയൊരു ഇതിൽ നമ്മൾ ഒരുപാട് പപ്പടങ്ങൾ ഒരുമിച്ച് വറുക്കുന്ന ആ കാഴ്ച, അതിങ്ങനെ പൊങ്ങി വരുന്ന കാഴ്ചകളും ഒക്കെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. പിന്നെ ഇവിടെ ഒരുപാട് കലവറ കാഴ്ചകളെന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട് കേട്ടോ കേസ്. അപ്പോൾ ഒരു സദ്യ അത്രയും ആയിരക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകൾക്ക് സദ്യ ഒരുക്കുമ്പോൾ അതിൻ്റെ വിഭവങ്ങളും കാര്യങ്ങളും പച്ചക്കറികളും എല്ലാം നമുക്ക് ഇവിടെ നേരിട്ട് കാണാൻ പറ്റുന്നുണ്ട് കേസ്. ഇപ്പോൾ ഒരു കലവറ എന്ന് പറഞ്ഞാൽ നമ്മൾ ഗുരുവായൂരിലെ ഈ ഭാഗത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ഭക്തന്മാർ, അതായത് ഭഗവാന്റെ ഭക്തന്മാർ, ഒരുപാട് അമ്മമാരും എന്താ പറയുക ചേട്ടന്മാരും എല്ലാവരും ഓരോരോ അവരവരുടേതായിട്ടുള്ള വർക്കുകൾ, ഓരോ പച്ചക്കറികളും അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിനോടനുബന്ധിച്ച് തന്നെ കുറച്ച് അപ്പുറത്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് ജനങ്ങൾ, നല്ല തിരക്കുണ്ട്. ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് നല്ല തിരക്കാണ്. അപ്പോൾ ഇവിടെ നമുക്ക് വന്നു കഴിഞ്ഞാൽ ഭഗവാനെയൊക്കെ തൊഴുതിട്ട് ഈ കാഴ്ചകളും, അതായത് ഉത്സവം കഴിയുന്ന വരെ നമുക്ക് ഈ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ എത്ര കണ്ടാലും മതിവരാത്ത കാഴ്ചകളാണ് ഈ ഉത്സവ സമയത്ത് നമ്മുടെ ഗുരുവായൂർ കാണാൻ പറ്റുന്നത് കേട്ടോ. ഈ ഭാഗത്തൊക്കെ ഒരുപാട് പേര് ഇരുന്ന് അവരുടെ വർക്കുകൾ ഇങ്ങനെ ചെയ്യുന്ന കാണുമ്പോൾ കിട്ടുന്ന സന്തോഷം ഉണ്ടല്ലോ, ഭയങ്കര സന്തോഷമുണ്ട്. കണ്ടു നിന്ന് പോകും നമ്മൾ. പിന്നെ നല്ല തിരക്കുണ്ട്. ഉത്സവമായിട്ട് തന്നെ ഒരുപാട് തിരക്ക്, ആളുകൾ വന്നുകൊണ്ട്, ജനങ്ങൾ വന്ന്, ഭക്തന്മാർ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. ഇവിടെയൊക്കെ ഈ ഇലകളൊക്കെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന അമ്മമാരെയാണ് നമ്മൾ കാണുന്നത്. നിറയെ വാഴ ഇലകൾ ഇങ്ങനെ കെട്ടി അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. അതൊക്കെ തുടച്ച് വൃത്തിയാക്കി കറക്റ്റായി കട്ട് ചെയ്തിട്ട് നമുക്ക് അതിന് വേണ്ടി സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെയൊക്കെ മത്തനും കുമ്പളങ്ങയും അങ്ങനെ എല്ലാ വിഭവങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ മത്തൻ കട്ട് ചെയ്യുന്ന ഈ കാഴ്ച കഴിഞ്ഞ തവണയും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കേസ്. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ, അതായത് നമ്മുടെ ഗുരുവായൂരിലെ കലവറ എന്നുള്ള വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടത് ഇപ്പോൾ തന്നെ 5 ലക്ഷം വ്യൂ കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേസ്. അപ്പോൾ നല്ല റെസ്പോൺസാണ് നമ്മുടെ ഗുരുവായൂരിലെ വീഡിയോകൾക്ക് ഭക്തന്മാർ തരുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെയധികം സന്തോഷം. ഈ കാഴ്ചകളൊക്കെ നമുക്ക് നേരിട്ട് വന്നിട്ട് കാണേണ്ട കാഴ്ചയാണ് കേട്ടോ കേസ്. വീഡിയോയിലൂടെ നമ്മളിപ്പോൾ കാണുന്നുണ്ടെങ്കിൽ നേരിട്ട് വരാൻ പറ്റുന്നവർ എന്തായാലും ഉത്സവത്തിന് വരിക. അതായത് ഞാൻ ഇന്ന് വീഡിയോ ഇടുന്ന ഇന്നത്തെ ദിവസം ഗുരുവായൂരിൽ ഉത്സവമാണ് കേട്ടോ കേസ്. അപ്പോൾ നമ്മൾ ഈ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ കുറേ ഇലകൾ, കുമ്പളം കുത്തുന്ന ഇലകളാണ് കേസ് ഇവിടെ കൊണ്ട് വച്ചിരിക്കുന്നത്. അപ്പോൾ കുറേ അമ്മമാർ ഇവിടെ എന്നിട്ട് കുമ്പളം കുത്തുന്ന ആ കാഴ്ചകൾ നമുക്കിവിടെ നിന്ന് കാണാൻ പറ്റും കേട്ടോ. നല്ല ഭംഗിയാണ്. അവർ ഇങ്ങനെ ഇലയിലിങ്ങനെ വളച്ചിട്ട് അതിൽ ഈർക്കിൽ കുത്തിയിട്ടാണല്ലോ നമ്മൾ കഞ്ഞി കുടിക്കുമ്പോൾ അത് സ്പൂണിന് പകരം ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് നിർമ്മിക്കുന്ന കാഴ്ചകൾ ഇവിടെയാണ് കേട്ടോ. അതും ഇവർ അവരുടെ ഒരു ഭക്തിയുടെ ഭാഗമായിട്ട് ഫ്രീ ആയിട്ട് വന്ന് ചെയ്ത് കൊടുക്കുന്ന ഇതാണ് കേസ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഞങ്ങൾ ഒരുപാട് തവണ ഗുരുവായൂർ വന്നിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ തവണ ഉത്സവത്തിന് വന്നിട്ട് കേസ്. അപ്പോൾ ഞങ്ങൾ ഉത്സവം കഴിഞ്ഞ തവണ വന്നത് നേരത്തെ വന്നതുകൊണ്ട് ഇതുപോലുള്ള പന്തലുകളും കാര്യങ്ങളൊന്നും കാണാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ ആദ്യമായിട്ടാണ് ഗുരുവായൂരിൻ്റെ നടയിൽ ഇങ്ങനെ വലിയ പന്തലൊക്കെ കെട്ടിയിരുന്ന ആ കാഴ്ചകളൊക്കെ കണ്ടിട്ടാണ്. പിന്നെ നമ്മുടെ മഞ്ജുളാലിൻ്റെ ഫ്രണ്ടിൽ പോയി നോക്കിയപ്പോഴാണ് നല്ല മനോഹരമായിട്ട് പൂത്ത് നിൽക്കുന്ന ഈ ഒരു ചെടി ഉണ്ടല്ലോ, ഈ പൂവ്, അതായത്
അപ്പോൾ നമ്മൾ ഈ ഭാഗത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ബൊഗൈൻവില്ല ഇങ്ങനെ പൂത്ത് നിൽക്കുന്ന മനോഹരമായ കാഴ്ചകളാണ് ഈ ഭാഗത്തൊക്കെ കേട്ടോ. ഇത് നമ്മൾ കണ്ടത് നമ്മുടെ മഞ്ജുലാലിൻ്റെ ഫ്രണ്ടിലുള്ള അവിടെ നിന്നാണ് ഈ കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റിയത്. എന്തായാലും ഈ ഉത്സവത്തിന് വന്ന് ഭഗവാന്റെ സദ്യയൊക്കെ കഴിച്ചു, വളരെയധികം സന്തോഷം. വൈകുന്നേരത്തുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ, ഗുരുവായൂരിലെ അമ്പലനടയ്ക്ക് പോകുന്ന ആ ഭാഗത്തുള്ള കാഴ്ചകളാണ്. ഒരുപാട് കടകളൊക്കെ രണ്ട് ഭാഗത്തും വന്നിട്ടുണ്ട്. പിന്നെ ദൂരെ നിന്നുള്ള ആ പന്തലാണ് നമ്മൾ കാണുന്നത് കേട്ടോ. പിന്നെ ഭഗവാന്റെ കിഴക്കൻ നടൻ്റെ ഫ്രണ്ടിലൊരു പന്തലുണ്ട്, അതിൽ നല്ല ലൈറ്റിങ് 3D ഒക്കെ ലൈറ്റിംഗ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് ഭഗവാന്റെ ഓരോ രൂപങ്ങളൊക്കെ തെളിഞ്ഞ് വരുന്ന ആ കാഴ്ചകളൊക്കെ നമുക്ക് ഇവിടെ നിന്നാൽ കാണാൻ പറ്റും. അത് കാണാൻ തന്നെ ഒരുപാട് പേര് ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. കണ്ടില്ലേ, മഹാവിഷ്ണുവിൻ്റെയും ഉണ്ണിക്കണ്ണൻ്റെയും ഒക്കെ ഓരോ ലീലാവിലാസങ്ങൾ കാര്യങ്ങളൊക്കെയാണ് അതിൽ തെളിഞ്ഞ് വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ അകത്തേക്ക് കയറിക്കഴിഞ്ഞാൽ വളരെ എന്താ പറയുക, അപ്പോൾ നടപ്പന്തലിലൊക്കെ നല്ല അടിപൊളിയായിട്ട് ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിട്ട് നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെയാണ് കേസ് ഈ ഉത്സവ നാളിൽ നമ്മൾ ഗുരുവായൂർ വന്നാൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഭഗവാനെയൊക്കെ തൊഴുതി ഉത്സവത്തിൻ്റെ ഇവിടെ ഒരു ദിവസം വന്ന് നിൽക്കാൻ പറ്റി. അപ്പോൾ അന്നേ ദിവസം തന്നെ, ഞങ്ങൾ വന്ന ദിവസം തന്നെ ആശാശരത്തിൻ്റെ ഒരു നൃത്തങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അത് കാണാനും ഒരുപാട് പേരുണ്ടായിരുന്നു. എന്തായാലും ഈ നമ്മുടെ ഈ സ്റ്റേജിൽ ഓരോ പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്തായാലും ഗുരുവായൂരിലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ എന്തായാലും നമ്മുടെ ഈ ചാനൽ ഷിജു മി ഒഫീഷ്യൽ എന്നുള്ള ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാട്ടെ കേസ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും ഈ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പരിപാടി പൂർണ്ണമാകുകയാണ്. അടുത്ത ഇനം അപ്പോൾ നമ്മുടെ ഗുരുവായൂരിലെ ഉത്സവം ഇനി 2 ദിവസം കൂടെ ഉള്ളൂ കേസ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഉത്സവം കൂടാൻ വന്നതാണ്. അപ്പോൾ രാത്രിയത്തെ കാഴ്ചകളാണ് നമ്മൾ വീഡിയോയിൽ കാണുന്നത്. പന്തൽ നോക്കുക കേസ്, അടിപൊളി പന്തലാണ്. ഭഗവാന്റെ ഓരോ രൂപങ്ങൾ തെളിഞ്ഞ് തെളിഞ്ഞ് വരുന്ന പന്തൽ. ഇവിടെ ഫുള്ള് ഗുരുവായൂർ അമ്പലത്തിൻ്റെ ചുറ്റുപാടും ഉത്സവമായതുകൊണ്ട് എല്ലാം അവിടെ ലൈറ്റും അല്ലേ, നല്ലൊരു വൈബാണ് കേട്ടോ. അപ്പോൾ പുഷ്പാഞ്ജലി ജീവികാർ.
ഉത്സവാശംസകൾ. ഭഗവാൻ കണ്ണു തുറക്കുന്ന കാഴ്ച ഭൂമിക്ക് വിടാലേ? ഇവിടെയും നമ്മുടെ റൂം വരെ റൂമൊന്നുമല്ല, അതിൻ്റെ അപ്പുറമൊക്കെ അലങ്കാരമാണ് അല്ലേ? അവിടെ കണ്ടിരുന്ന സ്ഥലമുണ്ടോ എന്തോ. രാത്രി അടിപൊളിയായിരുന്നു അല്ലേ? ഇവിടെയുണ്ട് സുൽത്താൻ.